നീനു മരിച്ച ദിവസം രാവിലെ 7 മണി വരെ തൻ്റെ ഫോൺ തൃശ്ശൂർ പൂങ്കുന്നം ടവറിൽ. അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ്. പിന്നെ ഓൺ ആവുന്നത് എറണാകുളത്ത് രാവിലെ 9:05. എന്താടോ 2 മണിക്കൂർ സ്വിച്ച് ഓഫ്? അത് ഫോൺ ഓഫ് ചെയ്തിട്ടാണ് സാർ. എന്തിനാ ഓഫ് ചെയ്തെന്നാ തന്നോട് ചോദിച്ചത്? എൻ്റെ ഫോണല്ലേ സാർ, എനിക്ക് ഓഫ് ചെയ്തൂടെ? എടാ ഓഫ് ചെയ്ത് വെക്കാനുള്ള കാരണമാണ് ചോദിച്ചത് കേട്ടോ. അതോ, അത് ഞാൻ ഒരു യാത്രയിലായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതുകൊണ്ട് ഓഫ് ചെയ്തു വെച്ചാ. വണ്ടി ഓടിക്കുമ്പോൾ എന്തിനാണോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? ആ സാറേ, വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്നല്ലേ? അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭഗത്തെ. എൻ്റെ സാറേ, ഈ നീനു മരിച്ചെന്ന് ചാനലുകാർ പറയുന്ന സമയം 6 മണിയാണ്. ആ സമയത്ത് ഞാൻ പൂങ്കുന്നം ടവറിലുണ്ടല്ലോ. അതുമല്ല, തലേന്നും അതിൻ്റെ തലേന്നും സാറിൻ്റെ ടവർ നോക്കിയാൽ മതി, എല്ലാം തൃശ്ശൂരാണ്. പിന്നെന്താ സാറേ പ്രശ്നം? വാടാ. 1 മിനിറ്റ് പോലെ പ്ലീസ്. ഫർദറായിട്ട് എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചാൽ മതി. പിന്നെ സാറുമാരുടെ വീടുകളിലും അസോസിയേഷനിലൊക്കെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. നമുക്കൊരു റീസണബിൾ റേറ്റിലൊക്കെ ചെയ്യാം. താമസിക്കാതെ തന്നെ നിന്റെ വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ നടത്തേണ്ടി വരും. അതെന്തിനാ? വരടാ, അവൻ്റെ ഒരു ഈവൻ വിളിക്കാൻ മറക്കണ്ട, ഫാൻസി നമ്പർ. 100-നെക്കാളും വലിയ ഫാൻസി നമ്പർ ഇറങ്ങും. ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസ് കാരണം നഴ്സറി പിള്ളേരെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണ്ടായി. നീനു ആളെങ്ങനെയായിരുന്നു? ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിങ്, അടിച്ചുപൊളി? വനിതാ പോലീസ് ഇല്ലേ സർ? എന്താ? അല്ല, സ്ത്രീകളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വനിതാ പോലീസ് വേണമെന്നാണല്ലോ. റീനയെ വിളിക്ക്. ഇനി പറ, ഹൗ വാസ് നീനു? ഔട്ടിങ്, റിലേഷൻഷിപ്സ്, ഡേറ്റിംഗ്? ഡേറ്റിങ്ങിനൊന്നും അവളെ കിട്ടില്ല. ഫോണിൽ കൂടെയുള്ള ചാറ്റിങ്ങോ ഫ്ലേട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ സർ. പിന്നെ ചില എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്. അതൊക്കെ ആരൊക്കെയാ കൊടുത്തിരുന്നെന്നറിയോ? നോ, പേഴ്സണൽ കാര്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർഫിയർ ചെയ്യാറില്ലായിരുന്നു. വീട്ടിൽ സ്ഥിരമായിട്ട് വന്നിരുന്ന അങ്ങനെ ആരെങ്കിലും? ഉണ്ട് സർ. ആരൊക്കെ? ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ്, പത്രക്കാരൻ, കൊറിയർ ബോയ്സ്, അങ്ങനെ. അന്നേ ദിവസം രാവിലെ 5:30 മണിക്കാണ് അഞ്ജിത ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. അതെ. ആ സമയത്ത് ഓട്ടോ ഒന്നും കിട്ടാൻ വഴിയില്ല. നടന്നാണോ പോയത്? സാധാരണ അതാണ് പതിവ്. പക്ഷെ അന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരള സവാരി ബുക്ക് ചെയ്തായിരുന്നു പോയത്. ഇനി റോട്ടിലെങ്ങാനും സ്ലിപ്പായി വീണാലോ? സാറിനറിയാലോ. സാർ, എനിക്ക് തോന്നുന്നത് ഈ നീനു അധികം സോഷ്യലൈസ് ചെയ്യുന്ന ആളൊന്നും അല്ലെന്നാ. അവരുടെ CDR പരിശോധിച്ചാൽ തന്നെ അറിയാം. ഹാർഡ്ലി 6-7 കോൾസിൻ്റെ ഡേ, അത്രേ ഉള്ളൂ. എൻ്റെ വൈഫിന് തന്നെ ഡെയിലി ഒരു 10-15 കോൾസ് വരാറുണ്ട് സാർ. അതെനിക്ക് എങ്ങനെ അറിയാം? ഫോൺ ചെക്ക് ചെയ്യോ? കഷ്ടം. കമ്മീഷണർ സാർ. എവിടെയാണ് താൻ? ഇൻവെസ്റ്റിഗേഷനിലാണ് സാർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ആഴ്ച ഒന്നായിട്ട് സസ്പെക്ട് ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ സാധിക്കാത്ത താൻ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തുന്നത്? സാർ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഇച്ചിരി കൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ നടക്കുന്ന പ്രതിഷേധ മാർച്ചും സമരമൊന്നും താൻ കാണുന്നില്ലേ? തലസ്ഥാനത്ത് ഇന്നും ചെലവായി 2 പേർക്ക് വെള്ളം. മാക്സിമം 5 days. അതിനുള്ളിൽ തന്നെ കൊണ്ട് തൊരിക്കാൻ പറ്റില്ല കേസ് ക്രൈം ബ്രാഞ്ചിന് വിടും. അതാ ഇടിച്ചിപ്പെട്ട സ്റ്റാൻഡ്. സാർ, ഐ വിൽ ക്ലോസ് ദ കേസ് ബിഫോർ ദാറ്റ് സാർ. ഹലോ സാർ. എന്താ സാർ? എന്താണ് സാർ സാർ അവിടെ വെച്ചിട്ടുണ്ടോ? സാർ, കമ്മീഷണർ ഭയങ്കര കലിപ്പിലാണല്ലേ സാർ? സോഷ്യൽ മീഡിയയിൽ യൂത്ത് മൊത്തം ഇളകിയിരിക്കുക. സാറേ, ഓംലെറ്റ് പ്ലേറ്റും കളഞ്ഞു എൻ്റെ വായിക്കാത്തോട്. സാർ പോയാലോ സാർ? നമുക്ക് പോവാം. എടോ, എൻ്റെ സംശയം ഇതാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം മർഡർ നടന്നിരിക്കുന്നത് 5:30ക്കും 6:00നും ഇടയിലാണ്. 5:30 വരെ ആ റൂംമേറ്റ് അവിടെ ഉണ്ട്. പത്രക്കാരൻ്റെ മൊഴി അനുസരിച്ചിട്ട് 5:45-നാണ് അയാൾ അവിടെ പത്രം ഇടുന്നത്. അതെ. ആ കോളനിയിലുള്ള മുഴുവൻ വീടുകളിലും പത്രം ഇട്ട് തീരണമെങ്കിൽ മിനിമം ഒരു 5-8 മിനിറ്റ് എടുക്കൂലേ? ഉറപ്പായിട്ടും. ശരിയാ. ആ സമയത്തിനിടയിൽ ആ മർഡർ വന്നതോ പോയതോ അയാൾ കണ്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സാർ, ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചോദിച്ചതാണ്. അയാളോട് ആരെയും കണ്ടില്ലെന്നാ പറയുന്നേ. അയാളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു വരുത്തുക സാർ. എന്നിട്ട് ചോദിക്കേണ്ട പോലെ അങ്ങ് ചോദിക്കാം. ഷുവർ സാർ. ഓക്കെ സാർ.
അകത്തുണ്ട്. ആ ഓക്കെ, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ്, അതുകൊണ്ടാണ്. ഈ ദിനേഷ് സാറിൻ്റെ റൂം സാർ ആ റൂമിലാണ്. ഈ റൂമോ? ആ റൂം. ആ എത്തിയോ? താ ഒരു കാര്യം ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്തു. സാറ് കുറച്ച് തിരക്കില്ല, വിളിപ്പിക്കാം. സാറേ ഞാൻ ഉണ്ടായിരുടാ. മാഡോ മാഡം ഞാൻ അവളെ അടിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടേ ഉള്ളൂ. ആണോ? ഞങ്ങളതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നടക്ക്. ഇരിക്ക്. സാർ, ആ പത്രക്കാരൻ വന്നിട്ട് കുറേ നേരമായി സാർ. എത്ര നേരമായി? ഏകദേശം ഒരു 2 മണിക്കൂറോളമായി. മാനസികമായിട്ടൊന്ന് തളരണം. ഒരു അരമണിക്കൂറും കൂടെ അവിടെ കിടക്കട്ടെ. സാർ, സാറിനൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു. വിളിക്കാം, സാറ് വിളിക്കും, വെയിറ്റ് ചെയ്തു. അല്ല, ഞാൻ പറയാനുള്ളതൊക്കെ അന്നേ പറഞ്ഞ. താൻ അപ്സെറ്റ് ആവാതോ, വിളിക്കും, ഇരിക്കേ. അപ്സെറ്റ് ആയിട്ടൊന്നുമല്ല, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയാ? എന്തോന്ന് പരിപാടി? ഇരിക്കടാ. സാറേ, ഇത്ര അത്യാവശ്യം തന്നെ വീട്ടുകളാ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. താനിരിക്കും. കുടിക്കാൻ കൊടുക്കാൻ പോണോ? ഹരി അന്ന് അവിടെ പത്രം ഇടുന്ന എത്ര മണിക്കാ? 5:30-ക്കാണോ? 5:45 ആ സമയത്ത്. ആ കോളനിയിലുള്ള എല്ലാ വീടുകളിലും പത്രം ഇട്ട് തീരാൻ എത്ര സമയം എടുക്കും? ഒരു 8 മിനിറ്റ് കൊണ്ട് കഴിയാറുണ്ട്. ആ കോളനിയിലേക്ക് വരാനും പോകാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ, വാഹനങ്ങൾക്ക് വന്നു പോകാനായിട്ട് ഒറ്റ വഴിയുള്ളൂ. ഈ 8 മിനിറ്റിനിടയിൽ ആരെങ്കിലും അങ്ങോട്ട് വരുവോ പോവോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരി അവരെ കാണേണ്ടതാണ്. അതെ. അങ്ങനെ ആരെങ്കിലും അന്ന് അവിടെ കണ്ടിരുന്നോ? അങ്ങനെ ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉറപ്പാണോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം 5:45-നും 5:55-നും ഇടയിൽ ഹരി അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എൻ്റെ അറിവിലില്ല. കൊല്ലപ്പെട്ട നീനുവിനെ ഹരി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ പത്രം ഇടാൻ പോകുമ്പോൾ അവരോട് രാവിലെ എഴുന്നേറ്റ് കയറുണ്ട്. നീനുമായിട്ട് എങ്ങനെയായിരുന്നു? കണ്ടാൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടോ? കാണുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചേ? 1 മാസമായിട്ടുണ്ടാവും. കഴിഞ്ഞ മാസത്തെ കളക്ഷൻ പോയ സമയത്ത്. അപ്പോൾ നീനുമായിട്ട് ഫോണിലും നേരിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ ചില മാഗസീനൊക്കെ വാങ്ങാൻ കൊണ്ടുവരാനായിട്ട് നീനു ഫോണിൽ സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നീനുവിനെ ഫോളോ ചെയ്യാറുണ്ടോ? ഫോട്ടോസൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയറും ചെയ്യാറുണ്ട്. ഹരി എന്തോരെ പഠിച്ചു? MCA കംപ്ലീറ്റഡ് ആണ് സർ. MCA? ആ. എടോ, MCA വരെ പഠിച്ചിട്ട് താനെന്താടോ IT കമ്പനിയിലൊന്നും ജോലി ചെയ്യാത്ത? ഇങ്ങനെ പത്രോട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വർക്ക് ചെയ്തിരുന്നു സാർ, ACS ടെക്നോളജീസിൽ. അവിടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട്. പിന്നെ അത് വിട്ടു. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ചേർന്നൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണ്. പിന്നെ പത്രം, അത് അച്ഛനായിട്ട് തുടങ്ങി വെച്ചു എൻ്റെ ഏജൻസി. പിന്നെ അത് മുടക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ പത്രം എന്ന പിള്ളേർ ആരെങ്കിലും മുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഇടാറുണ്ട് പത്രം. ആ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തോളാം കേട്ടോ. റിപ്പോർട്ടിൽ കറക്റ്റ് വയ്ക്കാനുള്ളതാണ്. തൻ്റെ ഇമെയിൽ ID ഒന്ന് എഴുതിയേക്ക്. ഓക്കോ. താങ്ക് യു സർ. പിൻ ചെയ്ത് വെച്ചോ. അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുക്കണം, CDR-ഉം. ഓക്കെ സർ. ലഭിച്ചിട്ടില്ലെന്നാണ്. സ്വന്തം കാര്യം നോക്കുന്നൊരു സാധാരണ ചെറുപ്പക്കാരനാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരും ക്രൈം ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? സാറ് പറഞ്ഞൊക്കെ അന്വേഷിച്ചു. കുടുംബത്തിൽ വക്കീലുമാരില്ല, പോലീസുകാരും ഇല്ല, രാഷ്ട്രീയക്കാരും ഇല്ല. ഒരു ആവറേജ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസുമാണ്. പിന്നെ അയാളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി സർ. ഓക്കെ. പക്ഷെ വെറും സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് ആ കുടുംബത്തിനോട് ചെയ്യുന്ന വലിയ ക്രൂരതയായിപ്പോവും സർ. മാത്രമല്ല, ഇയാളെ ഡിപ്പെൻഡ് ചെയ്താണ് സിംഗിൾ മദറായി അയാളുടെ സിസ്റ്ററും മോളും കഴിയുന്നത്. അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് വന്നിട്ട് നമ്മളൊരു പ്രൈം സസ്പെക്റ്റിനെ ഒഴിവാക്കിയിട്ട് കാര്യമില്ലല്ലോ. ക്രൈം നടക്കുന്ന സമയത്ത് അയാളല്ലാതെ മറ്റാരും ആ വഴിക്ക് പോയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഏക മെയിൽ ഫിംഗർ പ്രിൻ്റ് അയാളുടെയാണ്. നമ്മൾ ഊഹിക്കുന്ന മോട്ടീവും സ്ട്രോങ് ആണ്, അതിനുള്ള പ്രീ ഇൻസിഡൻസും ഉണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ സാർ. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം.
സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റായി ഇവൻ ജോലി വിട്ടെന്നല്ലേ നമ്മളോട് പറഞ്ഞു. അതെ. അതെ. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ സിഇഒനെ തല്ലിയതിന് ഇവൻ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. ഇവനൊരൊറ്റ കമ്പനി ജോലി കൊടുക്കില്ല. എൻ്റെ സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഇത് ഇവൻ തന്നെ ചെയ്തതാണ്. പക്ഷേ ഇവനെ കസ്റ്റഡിയിലെടുത്താൽ ഇവൻ കൺഫ്യൂസ് ചെയ്തു. സാർ, ഒരു ഇൻഡ്യൂഷൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മനഃപൂർവ്വം ഫ്രെയിം ചെയ്തു തരാൻ പാടില്ലല്ലോ സാർ. അതെ സർ. ചിലപ്പോൾ അയാൾ ഇന്നസെന്റ് ആണെങ്കിലോ? ഇതെന്താ ഇൻവെസ്റ്റിഗേഷൻ സീരീസാ? ആ സബ് ടൈറ്റിൽസ് കൂടെ ഇട്, വല്ല മനസ്സിലാവണ്ടേ. ആ മനോജ് പറ. 2 ഗുഡ് സർവീസ് എൻട്രി ഒരുമിച്ചടിക്കാൻ പറ്റിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. 2 ഫുള്ള് വാങ്ങിച്ചു തരാമെങ്കിൽ പറയാം. മനോജ് പറ 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 പറ. പത്രത്തിൽ പേര് വന്നിട്ടൊക്കെ കുറേ കാലം ഇവിടെ പറ. സംഭവം ഡ്രഗ്സ് ആണ്. ഒരു 5 കോടിയുടെ മുതലെങ്കിലും കാണും. ഓ താങ്ക് യു മനോജ്, ഞാൻ ഇപ്പം തന്നെ പുറപ്പെട്ടേക്കാം. വേണ്ട, ഉറക്കൊന്നും കളയണ്ട. നാളെ ഫുൾ അവർ അവിടെ തന്നെ കാണും. അടിപൊളി. അപ്പം ഞാൻ റെയ്ഡിൻ്റെ സമയം ഞാൻ മെസ്സേജ് അയക്കാം. താൻ മീഡിയക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. ഈ മുകളിലുള്ളവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റൊക്കെ അവന്മാർ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ വെച്ചേക്കട്ടെ. ഓക്കെ ബൈ. അതെ, നാളെ ഉച്ചക്കത്തെ ന്യൂസ് മിസ് ചെയ്യണ്ട. ഒരു സർപ്രൈസ് ഉണ്ട്. ആ സൂക്ഷിച്ച് വേണം, മറിഞ്ഞടിച്ച് വീണേക്കരുത്. ഇത് താൻ ഫ്രെയിം ചെയ്തതാണോ? ഏ ചെറുതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? കോടതിയിൽ നിൽക്കും. നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞതൊക്കെ അല്ലാന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്വമാണ്. പ്രോസിക്യൂട്ടറുടെ ഒപ്പീനിയൻ എടുത്തോ? പുള്ളി ഡബിൾ ഓക്കെയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അവൻ തന്നെ ചെയ്താണ്. ഹാ എന്നാ പ്രൊസീഡ് ചെയ്യേ. ഡിഫൻസ് ലോയർക്ക് ഇടുവാണെങ്കിൽ ട്രയലിന് ഞാനും വരും കോടതിയിൽ. ഓക്കെ കിടന്നു. ഇതൊക്കെ തൻ്റെ വേറെ ഊഹമാണോടോ, അതോ ആ ജിപ്സം പൗഡർ കേസ് പോലെ ആവോ? നോ സർ, ഐ നോ ഇറ്റ്സ് ഹിം. നമുക്കൊരു ഐ വിറ്റ്നസ്സും ഉണ്ട്. ഓ, ഒരു സരസ്വതി പൂജ. ഇത് ഗണപതിയുടെ അമ്പലാ. ഓ സോറി. ഈ പരീക്ഷയിൽ ജയിക്കാൻ ഇവിടെ ഏത് പൂജയെന്ന് വെച്ചാൽ? പരീക്ഷയ്ക്ക് ജയിക്കാനൊക്കെ പരീക്ഷയിൽ ജയിക്കാനേ നന്നായി പഠിച്ചാൽ മതി. ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു വിഘ്നേശ്വര പൂജ ചെയ്തോ, വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ശരി. പേരും നാളും പറഞ്ഞോളൂ. കോൺഫിഡന്റ് അല്ലേ? എന്താ സംശയം? ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിരുന്നു എനിക്ക്. IT ഡിപ്പാർട്ട്മെന്റ് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുക എന്നത് പൂ പറിക്കുന്നത് പോലെ സിമ്പിൾ അല്ലേ? ഈശ്വര, സിമ്പിൾ ആക്കി തരണേ. പിന്നല്ല, പ്രാർത്ഥിച്ചിട്ടുണ്ട്, വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിഘ്നേശ്വര കാക്കണം. ബഹളമൊന്നും വേണ്ട. ഹരിവേമെന്ന് വണ്ടി കയറും. ഞാനെന്തിനാ വണ്ടി കയറണം? അതൊക്കെ പറയാൻ ഹരി, വന്ന് ജീപ്പിൽ കയറ്. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ജീപ്പേ കയറണം? സജാദേ പിടിച്ചേർക്കടോ. സർ, ഒരു ഇമ്പോർട്ടന്റ് PSC എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എത്തിയാ പോരെ? വണ്ടി എടുക്കണോ? പ്ലീസ്. വധക്കേസ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി പറഞ്ഞാൽ 2 തവണ പോലീസ് പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം സാഹചര്യ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇന്ന് രാവിലെയോടെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്നും ജിപ്സം പൗഡർ കണ്ടെടുത്ത ഇൻസ്പെക്ടർ ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യാനായി പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം വളരെ കോൺഫിഡൻസിലാണ്. വീണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം.
ഹലോ സാർ. എവിടെ എത്തി? സാർ ഒരു 5 മിനിറ്റ് സാർ, ഇപ്പം എത്തും. എല്ലാം നന്നായി ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കമ്മീഷണറുണ്ട് ഇവിടെ. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കമ്മീഷണറല്ല, സുപ്രീം കോടതിയിലെ മുഴുവൻ വക്കീലന്മാരും ഒരുമിച്ച് നിന്ന് വാദിച്ചാൽ പോലെ ഒരു ഇഞ്ച് കുലുങ്ങാത്ത ആളെയല്ലേ നമ്മുടെ ചിത്രമാനം സാർ സാക്ഷിയാക്കി തന്നേക്കുന്നത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട സാർ. വേഗം വാ. ആ ഓക്കെ സാർ. ഈ ഘട്ടത്തിൽ നമുക്ക് എക്സ്ക്ലൂസീവായി ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതായത് ഈ കേസിന് ഒരു ദൃക്സാക്ഷി, ഐ വിറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വിവരം. പ്രതി നീനുവിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് ഈ ദൃക്സാക്ഷി കാണുകയും ചെയ്തു. അതായത് നീനു വാതിൽ തുറന്നു കൊടുക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. ഐ വിറ്റ്നസിനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വിളിക്കേ സാർ. നമസ്കാരം. ഇരിക്കാം. തനിങ്ങി വന്നേ. എടോ, സ്മാർട്ടാണെന്നൊരു ധാരണ തനിക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. മനസ്സിലായില്ല സാർ? എനിക്ക് മനസ്സിലായി. ആയിരിക്കുന്ന ആളെ. എടോ, പോലീസിന് വേണ്ടി പതിവായി കള്ളസാക്ഷി പറയുന്ന ഒരാളെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? സാർ, അതിന് സാറല്ലല്ലോ കൺവിൻസ് ആവേണ്ടത്, കോടതിയല്ലേ. അത് ഉറപ്പായും കൺവിൻസ് ആവുമെന്ന് എനിക്കറിയാം, ഒരു സംശയമില്ല. പിന്നെ സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി കള്ളസാക്ഷിയാന്ന് പറയുന്നത്? പുള്ളി ഏതെങ്കിലും കേസിൽ ഹോസ്റ്റൽ വിറ്റ്നസ് ആയിട്ടുണ്ടോ? പുള്ളി സാക്ഷി പറഞ്ഞിട്ടുള്ള എല്ലാ കേസിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടേ ഉള്ളൂ, എപ്പോഴും. പിന്നെ കേസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് തെളിവുകളും സാക്ഷികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. സാറ് വേണ്ട അന്വേഷിച്ച കേസിൽ എസ്കത്തി പ്രധാന എമോ ആയതല്ലേ? അതൊക്കെ ശരിയാണ്. എടോ, ആ പയ്യൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമുക്കെതിരെ തിരിഞ്ഞാലോ? ഒരുത്തനും വരാൻ പോകുന്നില്ല. അവന് നാട്ടുകാരായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പരിചയമില്ല. എന്നാലും കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയ എവിഡൻസോട് കിട്ടിയിട്ട് പോരെ? സാർ, ഈ കേസിൽ എൻക്വയറി ഓഫീസർ സാറല്ല, ഞാനാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അവൻ തന്നെ ചെയ്ത. പ്ലീസ് ട്രസ്റ്റ് മീ. സാർ പോയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദിക്കാം. ഇവൻ തന്നെയാണോ? 100% ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ഇവനെ തന്നെയാണ് ഞാനെന്ന് ആ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. എന്നെ എവിടെ ഡ്രോപ്പ് ചെയ്തെന്നാ ഇയാൾ പറയണം? എനിക്ക് ഇയാളെ അറിയില്ല സാറേ, സത്യമായിട്ടും. ഇവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും ബെല്ലടിക്കുന്നതും ആ പാവം പെങ്കൊച്ചുവന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് സാർ. ഇവൻ സാമദ്രോഹിയാണ്, ഇവനെ ജയിലിലടക്കണം സാർ. ഞാൻ ഇവൻ തന്നെയാണ് സാർ. നീ തന്നെയാണ് ജയിലിലടക്കണം. എൻ്റെ കൈ കിട്ടണ്ടായിരുന്നു. അണ്ണാ, ഇവനാണ് ആ കൊച്ചിനെ കൊന്നുകളഞ്ഞു. നിന്റെ അമ്മയുടെ വീടാണെന്ന് കരുതിയോടാ? ഞാൻ ലഗതല കയ്യിൽ പോയിരിക്കുക. എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. എടിക്കടാ, നിന്റെ അടുത്ത് സംസാരിച്ച നീ എന്ത് ചെയ്യൂടാ?
എന്നിട്ട് നീ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങും. കേട്ടോടാ? IV സ്റ്റാർട്ട് ചെയ്തോളൂ. എക്സ്ക്യൂസ് മീ, ഷീസ് മൈ ടീം മെമ്പർ. അവളുടെ പെർക്സ് കൊടുക്കുന്ന കമ്പനിയാ. അതിന്റെ ഇടയിൽ തന്റെ ടീം മെമ്പർ ആണോ തന്റെ കീപ്പാണോ കമ്പനി CEO. ഉറപ്പാണ് സാർ, ഇവനെ തന്നെയാണ് ഞാനെന്ന് ആ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഇവൻ സാമദ്രോഹിയാണ്, ഇവനെ ജയിലിലടക്കണം സാർ. ഹാൻഡ് കഫ് ഇടാൻ വന്നോ? ഒന്ന് കോൺഷ്യസ് ആയിക്കോട്ടെ. ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആദ്യം അയാളൊന്ന് കോൺഷ്യസ് ആവട്ടെ സാർ. അവനെവിടെ? അവിടെ. ഇവിടെ ആംഡ് ഫോഴ്സിൽ നിന്ന് 2 പേര് വേണം സർ. 2 പേര് കേക്കിലും. ഓക്കെ സാർ. സർ, എനി അപ്ഡേറ്റ്സ്? കാര്യമായ പരിക്കുകളൊന്നുമില്ല, ചെറിയ ചതവൊക്കെ മാത്രമേ ഉള്ളൂ. മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സെഡേഷനിലാണ്. കയറി കാണാം. നോ നീഡ്, യു ക്യാരി ഓൺ. സാർ 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 ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി കാണാം സാർ. സാർ പ്ലീസ് സാർ, കം സാർ പ്ലീസ്. ആംഡ് പോലീസിനെ തന്നെ ഡ്യൂട്ടി കിട്ടുന്നു സാർ. സെഡേഷൻ മാറിയാൽ ഉടനെ ജയിലിലെ ക്ലിനിക്കിലേക്ക് മാറ്റാം. സാറിനൊന്ന് കാണണം. യാ പ്ലീസ്. സാർ ദിസ് വേ. ആ പറഞ്ഞു. ഇതിനകത്താണ്. നമുക്ക് ബെഡ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇതിനകത്ത് തന്നെയാണ്. എവിടെ? Where's the captive? ഇവിടെ. Where's the captive? Where's the captive? എന്തോ സാർ? അവിടെ ആളുണ്ടോന്ന് അറിയുന്ന ഇവിടെ നോക്കിയാ കണ്ടുവരടോ. സാർ തന്റെ അച്ഛൻ ഇവിടെ പെറ്റുകിടപ്പുണ്ടോ? ഇല്ല സാർ. എന്നാ പോയി അവനെ വേഗം കണ്ടുപിടിക്കണോ മണുകണാപ്പാ. കടുമണി അളവിൽ പിഴവ് പറ്റി വിധി സ്വാഹ, പല പല പടവിൽ പണിതു വെച്ച കെണി സ്വാഹ, ഹേ ഹേ അടിമുടി പൊടിയാണ് കുടില വിദ്യ തനി സ്വാഹ, സർവം സർവം ആവാഹ സ്വാഹ. സാറേ, ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല. താൻ എന്താടോ ഇതിനകത്തോടെ നോക്കുന്നത്? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ആ ജിപ്സം പൗഡറിന്റെ ക്ഷീണമൊന്നും മാറി വരികയായിരുന്നു അല്ലേ? ഷോ, ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് അതിനേക്കാൾ കൗതുകമുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്ത്? അന്ന് കോടതിയിൽ കൊണ്ടുവന്ന നേരം മുറ്റത്ത് വെച്ച് അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തോ പറഞ്ഞതായിട്ട് തോന്നി, അങ്ങോട്ട് വ്യക്തമായില്ല. വ്യക്താക്കി തരാം. എന്നെങ്കിലും പുറത്തിറങ്ങുമ്പോൾ
തന്നെ കൊല്ലുന്ന അവൻ പറഞ്ഞ. ഏയ് അങ്ങനെ ആയിരിക്കില്ല. ആണ്. വല്ലാത്തൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ആ സ്വരത്തില്. ഒരു പൗരന് അവൻ്റെ ജീവനോ സ്വത്തിനോ മറ്റൊരു വ്യക്തിയിൽ നിന്നും ഭീഷണി ഉണ്ടെങ്കിൽ ആ പൗരന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാവുന്ന നിയമമുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കോപ്പിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് കുറച്ച് പാർലമെന്ററി ആയിട്ട് സംസാരിക്കാം. ഇവിടെ വന്നിട്ട് ഈ കോണോത്തിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് തനിക്കിനി ഞാൻ പ്രൊട്ടക്ഷൻ തരുമെന്ന് തോന്നുന്നുണ്ടോ? രണ്ട് ഇരുമ്പ് വട്ട കൂടി പിടിപ്പിക്കണം. ഈ കുറ്റിയെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഇതുവരെ ശരിയാക്കിയില്ലേ? അതിനാ ജനൽ അടയ്ക്കാറില്ലല്ലോ. ഇപ്പൊ അടയ്ക്കേണ്ടി വന്നപ്പോ കണ്ടില്ലേ? എന്തിനാ അടയ്ക്കുന്നത്? കൊതുക് കയറിൻ്റെ അത് കണ്ടിട്ട് കൊതുകാണ് പ്രശ്നമെന്ന് തോന്നുന്നില്ലല്ലോ. നീ ആ TV ഓഫ് ചെയ്യ്. പുറത്ത് ഇടിയും മിന്നലും കണ്ടില്ലേ? രാധേ, നീ എന്തെങ്കിലും കോമഡി പറ, ഞാൻ ചിരിക്കാം. നീനു വധക്കേസിലെ പ്രതി നഗരം വിട്ടു പോയിട്ടില്ലെന്ന് പോലീസ്. നിന്നോട് എന്തെങ്കിലും കോമഡി പറയാനല്ലേ രാധേ ഞാൻ പറഞ്ഞത്? എനിക്കെന്തോ പേടി തോന്നുന്നു. പേടി മാറാനേ വില്ലാളി വീരന്മാരുടെ നാമം ചൊല്ലിയാൽ മതി. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി. ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഹലോ, കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ അല്ലേ? തൻ്റെ മൊഴിയുണ്ടെങ്കിൽ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. ഹരി, അതേടോ, ഞാൻ ആ ജയിലിനകത്ത് തന്നെ പണ്ടാറടങ്ങി പോകുമെന്ന് വിചാരിച്ചുള്ളതാണ്. ഹരി, താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അത് ഞാനൊന്നൊരു താൻ പോലീസിന് കൊടുത്ത മൊഴി കളവാണെന്നുള്ള അഫിഡവിറ്റ് നാളെ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ പോലീസ് എന്നെ വെച്ചേക്കില്ല. ഇല്ലെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് കത്തിക്കും. എന്നിട്ട് ഞാൻ ശരി ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് താൻ തീരുമാനിക്കും. അല്ല, ഒന്ന് ചവിട്ടി വിടറോ, 11 കേസ് വിളിക്കും. അല്ല സാർ, ഒരു അടിപിടി ഉണ്ടാക്കാനായിട്ട് സാറിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? സത്യത്തിൽ എന്താ സംഭവം? 6 മാസം മുമ്പ് മധുരയെന്ന് വരെയായിരുന്നു. കുറേ മോന്മാർ പോത്തിനെയും കാളനെയൊക്കെ ഇറക്കി റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഓൺ അടിച്ചിട്ടൊന്നും മാറിയില്ല. ഞാൻ നല്ല തെറിയെന്ന് പറഞ്ഞു സാറാ. ആ, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. അവരുടെ അടുത്ത് പഞ്ഞിക്കിട്ടാണ് അല്ലേ? സാറേ, സാറിൻ്റെ ജാതകം ഒന്ന് തരും. എന്തിനാണോ? റിസർച്ചിന് വിടാനാ. എടാ, അയാൾ ആ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. സോറി. ഇൻസ്പെക്ടർ കോൾ റിജക്ട് ചെയ്തു. $3000 ഫൈൻ. അത് അടച്ചിട്ട് വേണം പോകാൻ. കൃഷ്ണ, എടോ ഇൻസ്പെക്ടറെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ താൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒന്ന് തിരിച്ച് വിളിക്കടോ. ആ ഹരി എന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ഇൻസ്പെക്ടർക്ക് ഒരു വാട്സപ്പ് നമ്പർ കൂടെ ഉണ്ട്. അതും കൂടി ഒന്ന് ലൂപ്പിലിട്ടേക്ക്. ഇൻസ്പെക്ടർ ദിനേശന്റെ ശ്രദ്ധയ്ക്ക്, താൻ ഏത് കോത്താഴത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉടൻ വെണ്ടർ കൃഷ്ണനെ വിളിക്കടോ. അയാളുടെ ജീവൻ അപകടത്തിലാണ്. താനെന്തേ കാണിക്കുന്നത്? സോറി, ഏതൊരു ഭ്രാന്തനാ. തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഞാൻ. താൻ ട്രാഫിക് പോലീസ് അല്ലേടോ? ട്രാഫിക് പോലീസ് എന്നെ എന്ത് ചെയ്യാനാടോ? കൃഷ്ണൻ ലൊക്കേഷൻ മാറി. നീ രാവിലെ വിളിച്ചപ്പോ കച്ചേരിപ്പടിയായിരുന്നില്ലേ? ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പാ. അവരെ പൊക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടൂല. തമിഴ്നാടിനോടിക്കാരൊക്കെ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. അവൻ നാട് വിടും. ഇപ്പൊ അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവനെ കിട്ടൂല. ഹരി, നീ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ഭയങ്കര റിസ്കാ. പോലീസുകാരുടെ ഗ്രൂപ്പിലൊക്കെ നിന്റെ ഫോട്ടോ ഉണ്ടാവും. ഏതൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നു പറഞ്ഞാലും എനിക്ക് അവനെ പൊക്കിയാലേ പറ്റുള്ളൂ. അവനെ പൊക്കിയിരിക്കും. En tu diría fatal, en can muhtabi, que fin
ഇത് മൂവ് ചെയ്യണം. നോക്കി നോക്കി ഏതാ മൂവ് ആണോ നോക്കി. അതല്ലേ അരി കമോൺ ബ്ലോ. ചലേ ചലേ അവൻ ഇവിടെ നിൽക്കാം. என்ன பிரச்சனை? ആ മൊബൈൽ ഇങ്ങെടുത്തേ. ഇയാളെന്തിനാ കോൾ ലിസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഫോൺ കളഞ്ഞ്? അയാൾ തമിഴ്നാട്ടിലോട്ട് മുങ്ങിയെന്ന് കരുതി നമ്മളെല്ലാവരും അങ്ങോട്ട് വെച്ച് പിടിച്ചേനെ. പണ്ട് സി ഡി പിടിക്കാൻ കോയമ്പത്തൂർ പോയ പോലീസ്. ഫോണില്ലാതെ അയാൾ എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യുക? അമൃത വണ്ടി കയറി. അവനിനി എത്ര വട്ടം കോൾ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്താലും നമ്മളത് റിട്രീവ് ചെയ്യും. കണ്ട അപ്പൊ അതിലുണ്ടായിരുന്നല്ല ഇതിൽ കിട്ടും. കൊള്ളാട്ടാ. അതേസമയം നമുക്ക് ഇവിടെയും കിട്ടും. എന്തായി? കിട്ടിയോ? യെസ്. ഫോൺ വാങ്ങിയ അന്ന് മുതലുള്ള കോൾ ലിസ്റ്റ് കിട്ടി. നമ്പർ പേരില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഹോട്ടൽ കൊച്ചിൻ ടവേഴ്സ്. ഹോട്ടൽ കൊച്ചിൻ ടവർ. തമിഴ്നാട്ടിൽ പോയിരിക്കുകയാണെന്ന് വരുത്തിയിട്ട് ഹോട്ടൽ മുറിയിൽ ഒളിവ് ചെയ്തു. ചേച്ചി എന്താ സ്പെയർ കീ ഉണ്ടോ? എന്തിനാ? ഞങ്ങളുടെ കാർഡും മിസ്സായി പോയി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തന്നാ അത്. നോക്കട്ടെ. മാസ്റ്റർ കീ. താങ്ക് യു. വൈറൽ ആവണമെങ്കിൽ റീൽസിൽ മാത്രം ഫോക്കസ് ചെയ്യും. വണ്ടി എടുക്കണോ? ഇതിലേ ടീം നേരെ ട്രെയിനകത്ത് കയറി ചെക്ക്. സജാദേ വാ. സർ മുഴുവൻ ഫാൻ ബോയ്സ് ആണല്ലോ. അവരെ വിടറോ.
താൻ ആ കറുത്ത ടീഷർട്ടും പിന്നെ മറ്റേ സാധനമില്ല എന്താ കൂടി എന്താ കൂടി ആ ചൂടി അതിട്ടാളെ നോക്കും പുറകിലുള്ളത് ബ്ലാക്ക് ടീഷർട്ടാണ് ചൂടില്ലല്ലോ സാർ. ശല്യം. ട്രെയിൻ മൂവ് ആയി സർ ഓവർ. എവിടോ വേറെ വല്ല എക്സിറ്റ് ഉണ്ടോ? ഇല്ല സാർ, ഈ ഒരു എക്സിറ്റേ ഉള്ളൂ. ബ്ലാക്ക് ടീഷർട്ട് എവിടോ? എവിടെ? ആ എവിടോ ബ്ലാക്ക് ടീഷർട്ട്? പുറത്തു പോയി നോക്കാം സാർ. സർ, അഡിഡാസിന്റെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരാളെ മെട്രോയുടെ ബാത്റൂമിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ കോപ്പി. സാറേ വീഡിയോ വിളിക്കട്ടെ? തല ഇപ്പൊ പറയണ്ട, ഒന്ന് ഒരുങ്ങി എന്നോളം പറ.